ഗൈസ്, ഞാനും കൂട്ടുകാരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാം. വൈകിട്ട് ഇപ്പോൾ ഒരു സമയം ഒരു 4 മണിയൊക്കെ ആവുന്നു. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. ലിപ്സ്റ്റിക്കൊക്കെ പിന്നെ സ്വിച്ച് തന്നെ അവിടെ കൊണ്ടുവിട്ടു. അപ്പം അവരെന്തായാലും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ പ്രിയദർശിനിക്ക് കയറി ചാരമൂട്ട് ഇറങ്ങി. പിന്നെ അവിടുന്ന് കരിമുളക്കൽ വരെ നടക്കുമായിരുന്നു. ഓരോ കഥകളും പറഞ്ഞുകൊണ്ടാണ് നടന്നത്. ഒറിജിനൽ വോയിസ് കൊടുക്കാഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര പരപരപ്പായിരുന്നേ. പിന്നെ അവിടുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്ന് പിന്നെ ഞങ്ങൾ നടന്നിട്ട് എത്തുന്നില്ലേ. എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ടെന്നറിയോ. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കോമഡി ഉണ്ട് ഞങ്ങൾ നടന്നു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ. പക്ഷേ ഒന്നും ഇങ്ങോട്ട് ഒറിജിനൽ വോയിസ് ഇടാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കാരണം വണ്ടിയുടെ ഭയങ്കര ശബ്ദം, പോരാത്തതിന് ഞങ്ങൾ നടന്നു പോവല്ലേ. അപ്പം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഭയങ്കര ശബ്ദങ്ങളായിരുന്നു കേട്ടോ ചുറ്റിനും. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഞാൻ വോയിസ് ഓവർ ചെയ്തത്. പിന്നെ ചേച്ചിയും കുഞ്ഞാറ്റെ ഫ്രണ്ടിലായിരുന്നു. ഞാനും തുമ്പി എന്തൊക്കെയോ കഥ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചേച്ചി അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോ പോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് നമ്മളിപ്പോൾ എവിടെ എത്തി? ഞങ്ങളുടെ സൈഡിൽ വലിയൊരു കൊട്ടാരം പോയിട്ട് ഈ വീഡിയോ ഇപ്പോൾ ഹട്ടിലൊട്ടിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ, അല്ലേ അല്ലേ ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ, വീണ് കിട്ടിയ ജമ്മല്ലേ, ഡിസ്നി തൊട്ടൊരു ബൊമ്മല്ലേ, അല്ലേ അല്ലേ മനസ്സ് നിരന്തരം നീ തപസ്. ഈ പട്ടികളെല്ലാം കൂടെ ഞങ്ങളെ ലോക്ക് ആക്കുവാന്ന് തോന്നുന്നു. ഉണ്ട് ഗൈസ്. കൊള്ളാം ഇങ്ങോട്ട് നോക്കിയാ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം എൻ്റെ മുടി ഉണ്ടോ ഗൈസ്? ഇപ്പം വേണ്ട ഗൈസ്, നല്ല സൂപ്പറായിട്ട് കിടക്കുന്നു. കണ്ടോ? ഇപ്പം എൻ്റെ മുടി ഉണ്ടോ ഒതുങ്ങി കിടക്കുന്നേ ഗൈസ്? ഇപ്പം മുടി ഒതുങ്ങി കിടക്കുന്നത് ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങി. ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണിക്കാത്തതായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ചേച്ചിയും കൂടെ മീനെയൊക്കെ കണ്ടിട്ട് മീനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. ചേച്ചിയും തുമ്പി ഒരു പ്രത്യേക സ്പെഷ്യൽ ആൾക്കാർ. അവർ ഒരു 5 സൈസ് മീനുകൾ മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ചാരമൂട്ടി ചെന്നിട്ട് ഒത്തിരി കടയിലൊക്കെ കയറാനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സിഗ്നലായി. അതുകൊണ്ട് ഞങ്ങൾ ചാരമൂട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പോകണം കേട്ടോ. അവിടെ ഒരു സ്റ്റുഡിയോ വരണം, അല്ലെ SM വരണം. നമുക്കിപ്പോൾ ഒരു സ്റ്റുഡിയോയിലൊക്കെ പോകണമെങ്കിൽ ഒന്നെങ്കിൽ കായംകുളത്തോ അല്ല മാക്സി പോകണമെന്നുണ്ടെങ്കിൽ കായംകുളത്തോ പോകേണ്ടി വരും. സ്റ്റുഡിയോയിൽ പോകണമെങ്കിൽ കരുനാഗപ്പള്ളിയിലും പോകേണ്ടി വരും. അപ്പം ഞങ്ങൾ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടോട്ടാ പോന്നേ? ചോയ്സിലാണോ? ചോയ്സിലോട്ടാണോ? നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. പിന്നെ ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു തിയേറ്റർ ഉണ്ട്, സ്വാതി. അത് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ചാരുമുട്ടിൽ പിന്നെ ബാക്കി ഇതുപോലത്തെ കുറെ ഹോട്ടൽസും. പക്ഷെ ചാരുമുട്ടിലെ തിയേറ്റർ വരണം അല്ലേ? ചാരുമുട്ടിലെ തിയേറ്റർ വരണം. ഒരു തിയേറ്റർ, ഒരു സ്റ്റുഡിയോ, ഒരു മാക്സ്, ഒരു സ്റ്റുഡിയോ.
അല്ല ഏതൊരു രസം അല്ലേ? എന്തെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് സാധനങ്ങൾ കണ്ണാപ്പി. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? നമ്മളിപ്പം ചോയ്സിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പടച്ചതല്ലേ, വല്ലിപ്പ ചിരിച്ചതല്ലേ, തോൽക്കേനു തിളച്ചതല്ലേ, നീ ഓക്കേ സൊല്ലേടി അടവമ്മ. കയറി എന്ത് വാങ്ങണ്ടേന്ന് അറിയത്തില്ല. ഞങ്ങളങ്ങ് കയറി. ഇല്ല ഇല്ല അതെ തുമ്പിയുടെ വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നത്. സോറി ഗൈസ്, നമ്മുടെ ചാരുമൂടാട്ടോ. തിരക്കൊക്കെ ഉണ്ട്, പക്ഷെ യാതൊരു തിരക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു ആവശ്യത്തിനും ഇല്ലാത്ത ആൾക്കാരും കുറെ തിരക്കുകൾ. ഗൈസ് നമുക്കിനി അപ്പുറം ചാടണം. ഇനി ഇപ്പുറത്തൊന്നും ഇല്ലല്ലോ. ഗൈസ് ക്രോസ് ചെയ്യാൻ നിൽക്കുക കേട്ടോ. ഗൈസ് ക്രോസ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്ന കുറ്റമാണെന്നറിയാം, എന്നാലും നമ്മൾ കട്ട് ചെയ്യും കേട്ടോ. നടക്കാൻ വോക്കിങ്ങിന് ടൈം ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും വീഡിയോ, അല്ലേ ചേച്ചി? ഗൈസ് നമ്മൾ നമ്മൾ വേണ്ട നടന്നുകൊണ്ടിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞു, പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിസ്മയിൽ കയറുന്നില്ല ഗൈസ്. നല്ല വേണം. വീഡിയോയുടെ ഗൈസ് തെണ്ടി തന്നെ കുറ്റിവാളം എടുത്തില്ലേ? ഇനി ചാരുമൂട്ടിലൊരു കടയില്ല വേറെ. ഗൈസ് ചേച്ചിക്ക് വയ്യാതൊക്കെ ഇരിക്കുക. നമ്മൾ പെട്ടെന്ന് പോവാം കേട്ടോ. ബസ് കിടപ്പുണ്ട്. ഇനി പ്രൈവറ്റ് ബസ്സിലെ സോക്കേടുകൾ. പ്രിയദർശിനിക്ക് പോകാനാണോ? സോ ഗൈസ് പ്രിയദർശിനി നോക്കിയിരുന്നു, പക്ഷെ പ്രിയദർശിനി കിട്ടിയില്ല. പ്രൈവറ്റിലാണ് പിന്നെ കയറിയത് കേട്ടോ. ഗൈസ് അങ്ങോട്ട് ഞങ്ങൾ പ്രിയദർശിനി പോയി, പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് പ്രിയദർശിനി കിട്ടിയില്ല. ഗൈസ് സ്റ്റാൻഡിൽ ചെറിയൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ടതിന് വിഷമത്തിരിക്കുകയാണ്. അല്ലേ? ശരിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അടുത്ത കടയിൽ നമ്മൾ തുണി നോക്കാൻ വന്നേത്. കുഞ്ഞാരെ കഥ പറ. ആളില്ലേ ഗൈസ്? ഇവിടെ ആളെ കാണുന്നില്ല ഗൈസ്. നൈസായിട്ട് അളിഞ്ഞു. ഇവിടെ ആളില്ല. എന്ത് ചെയ്യും? ഗൈസ് നമ്മുടെ താമരക്കുളം എത്തിയപ്പോഴും മുഖത്തിനൊരു ഗ്ലോ നോക്ക്. ഇപ്പഴും കൊള്ളല്ലേ? എന്താ ഓണർ ഗൈസ് കഥ പറഞ്ഞു. തുമ്പി എന്തെടുക്കാൻ പോന്നെ? അത് പറഞ്ഞിട്ട് കയറ്. ഒന്നെങ്കിൽ കളറില്ല അല്ലേ തുമ്പി? ഒന്നെങ്കിൽ സൈസ് ഇല്ല, അല്ലെങ്കിൽ കളറില്ല. എന്തേ തുമ്പി വാ തുമ്പക്കുടത്ത്. ഗൈസ് നമ്മുടെ താമരക്കുളം. അതാ ഞങ്ങൾ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഓ മൈ ഗോഡ്, കളർ നോക്കൂ. നമുക്ക് നൈറ്റ് ഇങ്ങനെ ഫോട്ടോ എടുക്കാമായിരുന്നല്ലേ? ചലഞ്ചിങ് വീഡിയോ ചെയ്യുന്ന കുറച്ച് ബ്ലോഗേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഇന്ന് ചാരുമൂട് ഫുള്ളുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഇന്ന് ചാരുമൂട് ഫുള്ളുണ്ടായിരുന്നു. താമരക്കുളം എന്താണ്ട് ഫുള്ളുണ്ട്. ഒരു വ്ളോഗർമാരെ, ഒരു ഫുഡ് ചലഞ്ചേഴ്സിനെ കാണുന്നില്ല. വ്ളോഗറുണ്ട്, ഞാൻ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. സോറി ഗൈസ്, ദിസ് മൈ മിസ്റ്റേക്ക്. അറിയപ്പെടാത്തൊരു വ്ളോഗറാണ് ഗൈസ്. നമ്മള് പതിയെ എല്ലാം അറിയപ്പെടത്തുള്ളൂ ഗൈസ്. പിച്ച വെച്ച് വരികയാണ്. എൻ്റെ പിച്ച തുടർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു. പിച്ച വെച്ച് ഇനി ഹൈ ലെവലിലോട്ട് ആവണം ഗൈസ്. അപ്പോഴല്ലേ നമ്മളൊക്കെ
നമ്മളൊക്കെ പാവത്തുങ്ങൾ. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള മെമ്മറീസ് കീപ്പ് ചെയ്യാനാണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. മനസ്സിലായോ ഗൈസ്? നമുക്കിനി എയിമി കയറാം. ഇവിടെയും കൂടെ നോക്കാം, അല്ലേ നമുക്ക് ഉബൈദിൻ്റെ കടയിലൂടെ നോക്കാം. ഓരോ കടയിലും കയറി ഇറങ്ങി ബാ ഒന്നുകൂടെ നമ്മുടെ ഗ്ലോ കാണിക്കാം. ഹലോ ഗെയ്സ്, കൊച്ചിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക്, സബ്സ്ക്രൈബ്. എൻ്റെ കുഞ്ഞിന് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. ചെയ്യണം കേട്ടോ. നേടെ തുമ്പിയും ചെയ്തിട്ടുണ്ട്. ചേച്ചി ിരിക്കുകയാണ് ഗായ്സ്. സോ ഞാനും എൻ്റെ കുഞ്ഞാറ്റിയും ഒഴികെ ബാക്കി എല്ലാവരും മഞ്ച ബുച്ചികളാണ്. ഞങ്ങളെക്കാൾ മൂത്ത ഞങ്ങളുടെ കൂടെ ഒരു ചേച്ചി നടപ്പുണ്ട്. എൻ്റെ വിചാരം ഇന്ന് വരെ ഏതാണ്ട് ഈ സമയം എത്രയായി ഗായ്സ്? 7 മണി വരെ അവൾ ബുദ്ധിയുള്ളവളായിരുന്നു. ഇപ്പോൾ എൻ്റെ മുമ്പിൽ അവൾ മന്ദബുദ്ധിയായി. ഗായ്സ് ക്രോസ് ചെയ്യാൻ നിൽക്കുക കേട്ടോ. ഗൈസ് ക്രോസ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്ന കുറ്റമാണെന്നറിയാം, എന്നാലും നമ്മൾ കട്ട് ചെയ്യും കേട്ടോ. നടക്കാൻ വോക്കിങ്ങിന് ടൈം ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും വീഡിയോ, അല്ലേ ചേച്ചി? നമ്മളങ്ങനെ വീട്ടിലെത്തി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിക്കുക. ബൈ.